കാവ്യ ദേവികയുടെ ഒരു പുതിയ കഥയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആദ്യ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സ്റ്റോറി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും ചെയ്യണേ. ഒരു അടിപൊളി മോന്റെ കഥയായല്ലോ ഇന്ന്. അമ്മയും ചെറിയമ്മയും അവന്റെ സ്വന്തം ചേച്ചിയും വളർത്തമ്മയും ഒക്കെ വരുന്നുണ്ട് നമ്മുടെ ഈ കഥയിൽ നായികമാരായിട്ട്. അപ്പോൾ മുടിയനായ പുത്രന്റെ ആദ്യത്തെ ആ പാർട്ട് നമുക്ക് കേൾക്കാം. കുറച്ചു കാലങ്ങൾക്ക് മുന്നെയാണ് നോക്കിയ മൊബൈലുകൾ രാജാവായിരുന്ന കാലം. ഇന്റർനെറ്റ് പിച്ച വെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അന്ധകാലത്ത് നടന്ന സംഭവമാണ് കേട്ടോ. എയർപോർട്ടിൽ നിന്ന് ടാക്സി എടുത്ത് നേരെ നാട്ടിലേക്ക്. അതുകൊണ്ട് എന്താ പറയാ, നല്ല വിശാലമായ ആ മുറി, ടിപ്പിക്കൽ പഴയ ക്ലബ്ബുകളുടെ അന്തരീക്ഷം. വൃത്തിയുള്ള അലക്കി തേച്ച വെളുത്ത ബെഡ്ഷീറ്റും പില്ലോ കവറുകളും, ചൂളം വിളിക്കുന്ന വിൻഡോ എസിയും തട്ടുകളിട്ട് മറിച്ച വലിയ മെത്തയിൽ പരമസുഖം. താമസിക്കാൻ മുറികളുണ്ട്. മുംബൈയിലെ എൻ്റെ ക്ലബിൻ്റെ നാട്ടിലെ അഫിലിയേറ്റ് ആണ്. ഇവിടുത്തെ സെക്രട്ടറി സ്കൂളിൽ കൂടെ പഠിച്ചതായിരുന്നു. ഞാൻ ആരാണ്? ഉണ്ണികൃഷ്ണൻ രാജേന്ദ്രൻ. തന്തവടി മനക്കൽ രാജൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വയസ്സ് 65. പാരമ്പര്യമായി കിട്ടിയ സ്വത്തിന്റെ പുറത്ത് ഒരു മാടമ്പി സ്റ്റൈലിൽ സുഖമായി ജീവിക്കുന്നു. തെങ്ങിൻ തോപ്പുകൾ, റബ്ബർ എസ്റ്റേറ്റ്, കാപ്പി, ഏലം തോട്ടങ്ങൾ. ദൈവം സഹായിച്ച് അധികം വിറ്റുമോടിച്ചിട്ടില്ല കേട്ടോ. ഫാമിലിയെ പറ്റി ചുരുക്കത്തിലൊന്ന് പറയാം. തന്തപ്പടിയെ പറ്റി പറഞ്ഞല്ലോ. ഇനി അമ്മ പാർവതി. ഒരു സംഭവം തന്നെ. വലിയ തറവാട്ടിൽ നിന്നുമാണ്. 63 വയസ്സുണ്ട്. 5 അടി 10 ഇഞ്ച് പൊക്കം, കൊഴുത്ത ശരീരം. സുന്ദരിയൊന്നുമല്ല, പക്ഷേ മൂപ്പിലാത്തിക്ക് വേണേൽ ആരെയും വശീകരിക്കാനാവും. അത്രയും വശ്യമായി പെരുമാറാൻ അറിയാം. 2 ചേട്ടന്മാർ, ഒരു ചേച്ചി, അവസാനം ഒരു അധികപ്പറ്റ് ഈയുള്ളവൻ. മൂത്തവരുടെ പേരും വയസ്സും ജോലിയും പറയാം. സുധീർ കുമാർ എഞ്ചിനീയറാണ് ഗൾഫിൽ. ബൈജുരാജ് ബാങ്കിൽ ഉദ്യോഗം. ശാലിനി അക്കൗണ്ടന്റ്. 45, 43, 41 വയസ്സുകൾ. എല്ലാം കൃത്യമായ ഇടവേളകളിൽ. ഇനി ഞാൻ ഉണ്ണി, വയസ്സ് 28. ഇപ്പോൾ മനസ്സിലായല്ലോ, ഞാനൊരു അധികപ്പറ്റായിരുന്നു. അല്ല, ആണ്. ജീവിതത്തിൽ സംഭവിക്കുന്ന അത്യാഹിതങ്ങളിലൊന്ന്. അമ്മയുടെ ആ പാല് കുടിച്ചല്ല ഞാൻ വളർന്നത്. വകയിലെ ഒരു ചെറിയമ്മയോടൊപ്പമാണ്. ചെറിയമ്മ ചെറുപ്പമായിരുന്നു. ഒരു മോനുണ്ട്. കെട്ടിയനുപേക്ഷിച്ച് മോനെയും കൊണ്ടുപോയി. പാവം. വേറെ വഴിയില്ലാത്ത ഒരാശ്രിതയായി ഞങ്ങളുടെ വീട്ടിൽ ജീവിച്ച ഒരു ബന്ധു. ഭാഗ്യത്തിന് ചെറിയമ്മയോട് എൻ്റെ അമ്മയ്ക്ക് വലിയ കാര്യമായിരുന്നു. അമ്മയെ നോക്കി വളർത്തിയത് അവരാ. ആ നന്ദി അമ്മ മകളോട്, അതായത് മംഗളം, അങ്ങനെയായിരുന്നു ചെറിയമ്മയുടെ പേര്. ആ സഹാനുഭൂതി കാട്ടിയിരുന്നു. ഉയരം കുറഞ്ഞ് കുള്ളനായ തന്തപ്പടിയുടെ മക്കളായിരുന്നു മൂത്ത സന്താനങ്ങൾ. എൻ്റെ തന്തപ്പടി അമ്മയുടെ തോള് വരെ മാത്രം. എല്ലാവരും വെളുത്ത് അധികം പൊക്കമില്ലാത്ത മനുഷ്യർ. ഒന്നു മാത്രം, അമ്മയുടെ അവയവങ്ങളും അപരിചരെ പോലും മയക്കുന്ന ആകർഷണവും ശാലുവച്ചിക്ക് കിട്ടിയിരുന്നു. ഇവിടെയും ഞാൻ മാത്രം ഉഴച്ചു നിന്നു. ഇളം കറുപ്പ്. സ്കൂളിൽ വെച്ച് തന്നെ നല്ല ഉയരം, ചുരുണ്ട തലമുടിയും കൂർത്ത കണ്ണുകളും. വീട്ടുകാരെ പറ്റി മേൽ പറഞ്ഞ വിശേഷങ്ങളെല്ലാം എനിക്ക് 15 വയസ്സാവുന്നതിന് മുമ്പേ ഉള്ളതാ. അവരുടെ പ്രായമൊഴിച്ച് ആകപ്പാടെ അറിയാവുന്ന ഇത്തിരി അടുപ്പമുള്ള മറ്റൊരാൾ, സുധിയേട്ടന്റെ പ്രിയതമ മീരച്ചേച്ചി. മീരച്ചി എന്നാ വിളിച്ചിരുന്നേ. അവർ തമ്മിൽ പ്രേമമായിരുന്നു പോലും. ഈ കുള്ളനായ ചേട്ടനെ നല്ല പൊക്കമുള്ള സുന്ദരിയായ മീരച്ചി എങ്ങനെ പ്രണയിച്ചോ എന്തോ. പ്രേമത്തിന് കണ്ണില്ല. വല്ലപ്പോഴും കണ്ടിരുന്ന റിയ, കുഞ്ഞിപ്പെണ്ണ്, അവരുടെ സന്താനം. കഴിഞ്ഞു എന്നോട് ഇഷ്ടമുള്ള കുടുംബാംഗങ്ങളുടെ വലിയ ലിസ്റ്റ്. ശാലുവേച്ചിയുടെ കെട്ടിയനോടോ ബൈജുവേട്ടന്റെ പെണ്ണുമുള്ള ലതേച്ചിയോടോ എനിക്ക് ഒരു അടുപ്പവും ഉണ്ടായിരുന്നില്ല. എങ്ങനുണ്ടാവാനാ? അടുപ്പിച്ചിട്ട് വേണ്ടേ? ചെറിയമ്മയ്ക്കൊപ്പം കിടന്നുറങ്ങി ഞാൻ. കറവ് പറ്റാത്ത ആ അകിടുകളാണ് ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത്. ഒരു താന്തോന്നിയായി ഞാൻ വളർന്നു. പാവത്തിന് എന്നെ നിയന്ത്രിക്കാനുള്ള കഴിവില്ലായിരുന്നു. 1ാം ക്ലാസ് മുതലേ ഞാനൊരു പ്രശ്നമാണ്. തന്തയോ തള്ളയോ നിയന്ത്രിക്കാനില്ലല്ലോ, സ്നേഹിക്കാനും ആരുമില്ല. കൂടെപ്പിറപ്പുകൾ തീർത്തും അവഗണിച്ചു. വലിയ പ്രായവ്യത്യാസമില്ലാതിരുന്ന അവർക്ക് തമ്മിൽ എളുപ്പത്തിൽ റിലേറ്റ് ചെയ്യാനും കഴിഞ്ഞു.
തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് ഓഫണേജ് പോലെ തന്നെയായിരുന്നു എൻ്റെ വീട്. അസഹിഷ്ണുത അതായിരുന്നു എൻ്റെ പ്രശ്നം. ആരുടെങ്കിലും അടിയുണ്ടാക്കുകയോ കുത്തുവാക്ക് പറയുകയോ ചെയ്താൽ നേരെ പിന്നീട് അത് കൈവെക്കലിലാണ് അവസാനിക്കുക. സ്കൂളിൽ കാലെടുത്ത് വെച്ച അന്ന് തുടങ്ങിയതാ. ഇടയ്ക്കിടയ്ക്ക് ഷർട്ട് കീറിയും ഹെഡ് മിസ്ട്രസിന്റെ അടി കൊണ്ടും ഒക്കെ ഞാൻ വീട്ടിലെത്തുമ്പോ അമ്മ നോക്കും, എന്താടാ ഇത്, കവിളത്തൊറ്റ അടിയാവും. ചുണ്ടു പൊട്ടുമ്പോഴാണ് നിലവിളി ശബ്ദം പുറത്തേക്ക് അല്പമെങ്കിലും വരുന്നത്. അപ്പുറവും ഇപ്പുറവും മാറി മാറി കവിളത്തടിക്കും. അമ്മയുടെ മോതിരത്തിന്റെ കല്ലുരഞ്ഞ് തൊലി ഇങ്ങനെ മുറിഞ്ഞു നീറും. ടീച്ചർ വിളിച്ചിരുന്നു നിന്റെ. അമ്മ കിതച്ചുകൊണ്ട് ദേഷ്യത്തിലാ പറയുന്നത്. മംഗളമെന്ന് പറഞ്ഞ് അമ്മ നിലവിളിച്ചു. ഒരലർച്ചയാണ്. ചെറിയമ്മ ഓടി വന്നു. എന്നെ നോക്കി നിറഞ്ഞ കണ്ണുകളുമായി. എന്തു പറ്റി എന്റെ മോന്? നീയാണ് ഇവനെ കൊഞ്ചിച്ച് വഷളാക്കുന്നേ. അമ്മ അമർത്തിയ സ്വരത്തിൽ ദേഷ്യത്തിൽ പറഞ്ഞു. ഉള്ള കുട്ടിയല്ലേ എളിയിലെടുത്തോണ്ട് നടക്കാൻ. ഞാൻ അമ്മയിൽ നിന്ന് ഊർന്ന് താഴേക്കിറങ്ങി. എന്താടാ നോക്കി പേടിപ്പിക്കുന്നു? അമ്മ എന്റെ നേരെ കയ്യോങ്ങി. അവനെയും കൊണ്ട് പോടി ഇവിടുന്ന്, ഞാനിവനെ ശരിയാക്കും. ചെറിയമ്മ അപ്പോഴേക്കും എന്നെയും വാരിയെടുത്ത് മുറിയിലേക്ക് പോകും. ദേഹം കഴുകിച്ച് എന്നെ അടക്കി പിടിച്ച് കിടക്കും. അങ്ങനെയായിരുന്നു എൻ്റെ വീട്ടിലുള്ള ദിവസങ്ങൾ. ഓരോ ദിവസവും ഇതിൻ്റെയൊക്കെ തനി ആവർത്തനമാവും. അമ്മ കുറെ നാൾ കഴിഞ്ഞ് കോലൊടിക്കുമ്പോഴേക്കും അച്ഛനായി മർദ്ദകൻ. ഓരോ വട്ടവും എൻ്റെ ഉള്ളിലെ അമർഷം ഇങ്ങനെ പതഞ്ഞു പൊന്തി വന്നു. വലിയ വീടിൻ്റെ ഔട്ട് ഹൗസിലേക്ക് എന്നെ മാറ്റി. 10 വയസ്സായപ്പോഴേക്കും ചെറിയമ്മയോട് ഇനി എൻ്റെ കാര്യമൊന്നും നോക്കണ്ടെന്നും മറ്റു മുറിയിൽ ഉറങ്ങണമെന്നുമൊക്കെ അമ്മ കൽപ്പിച്ചു. ഞാൻ ഭക്ഷണം കഴിച്ചോ എന്നൊക്കെ ആ പാവം ഇടയ്ക്കിടയ്ക്ക് വന്ന് അന്വേഷിച്ച് ഉറപ്പിക്കുമായിരുന്നു. കുറെ കാലം കഴിഞ്ഞു. ഞാൻ പഠിക്കുന്ന സ്കൂളുകളിൽ ഏട്ടന്മാരൊക്കെ മാറി മാറി കയറിയിറങ്ങി, ഓരോ പ്രശ്നം തീർക്കുവാനുമായി. 9 വരെ ജയിച്ചു പോന്നു. ടോപ്പർ ആവണമെന്നോ പഠിക്കണമെന്നോ ഉള്ള ഒരു ചിന്തയും മനസ്സിലുണ്ടായില്ല. 10ൽ പഠിക്കുമ്പോഴാ ജീവിതം മാറി മറിയുന്നത്. സ്കൂളിൽ അടിപിടി. കാര്യമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലും വാങ്ങലും നടന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എതിരെ നിന്നിരുന്ന കക്ഷിക്ക് മുറിവ് പറ്റി. പിന്നീട് പറയാനുണ്ടോ, അവന്റെ പരിചയത്തിലുള്ള ഒരാൾ SP ആയിരുന്നു. ആ പ്രിൻസിപ്പലിന് എന്റെ കാര്യങ്ങൾ മനസ്സിലായത് കൊണ്ടാവും അവനാണ് ഇങ്ങോട്ടേക്കെല്ലാം തുടങ്ങിയതെന്ന് ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. അത് തന്നെയായിരുന്നു സത്യവും. ഒടുവിൽ അവൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ആണെന്നും ജുവനൈൽ ഹോമിൽ പോവേണ്ടി വരുമെന്നും ആയപ്പോൾ വീട്ടുകാർ ഒരു വക്കീലിനെ മാത്രം ഏർപ്പാടാക്കി നൈസായി അതിൽ നിന്ന് മുങ്ങി. വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അല്പം അനുഭവത്തോടെ എനിക്ക് വേണ്ടി എന്റെ ഭാഗത്തു നിന്ന് സാക്ഷി പറഞ്ഞു. അങ്ങനെ ഒരുപാട് പേരുടെ കഷ്ടപ്പാടിന്റെ ഫലമെന്നോണം ഞാൻ പ്രശ്നമൊന്നുമില്ലാതെ അവിടെ നിന്ന് ഊരി കേട്ടോ. ഒരുപാട് കാലം കഴിയുമ്പോഴേക്കും ഒരു ഹോം സ്റ്റേ ഏർപ്പാട് ചെയ്തു അവർ. ഫോസ്റ്റർ ഹോം, അതായത് ഒരു വീട്ടുതടങ്കൽ പോലെ. അറിയില്ലാത്ത, നമുക്ക് പരിചയമില്ലാത്ത കുടുംബത്തിൽ. വക്കീലിനറിയാവുന്ന ഒരു കുടുംബമായിരുന്നു അത്. മൂന്നാം ദിവസം അവരെത്തി, വാപ്പയും മമ്മിയും. കാലത്ത് 7 മണി. അലിയെന്നും സാറയെന്നുമാണ് പേര്. എന്റെ പുതിയ ഫാമിലിയെ നോക്കിയിരുന്നു. അവരെ ഞാൻ അന്തം വിട്ട് നോക്കി. എന്റെ അച്ഛനും അമ്മയും ഒന്നിച്ചിരുന്നിട്ട് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ഇനി കാണണമെന്ന് എനിക്കൊട്ട് ആഗ്രഹവുമില്ല. പക്ഷെ അങ്ങനെ ആയിരുന്നേ ഇല്ല ഇവർ. അവരുടെ വീട്ടിലേക്ക് പോയി. ഇതുപോലെ എത്ര കുട്ടികളെ ഇവർ എടുത്ത് വളർത്തിയിട്ടുണ്ടെന്നോ. 10-15 കുട്ടികളോളം ഉണ്ട് അവരുടെ ആ കുടുംബത്തിൽ അംഗങ്ങളായി. ഞാൻ ഒരുപാട് കാലം അവിടെ ജീവിച്ചു. എന്റെ വീട് തന്നെയായിരുന്നു അത്. കാലം പോയി. എനിക്കിപ്പോൾ 28 വയസ്സായി. അവരുടെ ആ എല്ലാ ചെലവിലും അത്യാവശ്യം നല്ലൊരു ജോലിയും പഠനത്തിൽ മുന്നേറാനുമൊക്കെ എനിക്ക് സാധിച്ചു. അതുകൊണ്ടെന്താ, ഞാൻ അവരുടെ കണ്ണിലുണ്ണിയാണ്. അതുമാത്രല്ല, അവരാണ് എൻ്റെ എല്ലാം. എനിക്കിപ്പോൾ പാപ്പയും ഉമ്മയും കഴിഞ്ഞിട്ടേ മറ്റാരുമുള്ളൂ. അവരുടെ മക്കളിൽ ഒരാളാണ് അലീന ചേച്ചി. ഒരു ദിവസം അവർ കാര്യമായി ചർച്ച ചെയ്യുകയായിരുന്നു. അതെ, നിനക്ക് നാട്ടിലേക്കൊന്ന് പോകണ്ടേ? ഒരു ദിവസം മമ്മിയുടെ സംസാരം. വേണോ? അതിന്റെ ആവശ്യം എന്താണ്? അപ്പോഴേക്കും മമ്മി പറഞ്ഞു തുടങ്ങി. നിന്റെ മീരേച്ചി വിളിച്ചിരുന്നു. നിന്റെ നമ്പർ ചോദിച്ചു. അത് ശരി, മീരേച്ചിക്ക് എന്നെ നേരിട്ട് വിളിക്കായിരുന്നില്ലേ? മമ്മിയുടെ മുഖം മാറി. പാവം, മമ്മിയുടെ മുഖം മാറിയാൽ എന്റെ നെഞ്ചു നുലയും. ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല.
പണ്ടത്തെ ആ സങ്കടമൊക്കെ ഇപ്പോഴും ഉണ്ട് മമ്മി മനസ്സിൽ. മമ്മി കാര്യം പറയൂ. അതോ, നിന്റെ ചേട്ടന്റെ കുട്ടിയെ ഓർക്കുന്നുണ്ടോ, റിയ? ആ, ഞാൻ ഓർക്കുന്നുണ്ട്. 2 വയസ്സല്ലായിരുന്നോ അവൾക്ക്? മമ്മി ഇങ്ങനെ ചിരിച്ചു. കൂടെ വാപ്പയും അലീന ചേച്ചി ഉൾപ്പെടെ എല്ലാവരും. എടാ, അവളുടെ കല്യാണമാണ്. കല്യാണമോ? ഞാൻ അന്തം വിട്ടു പോയിരുന്നു. അതെ, ശരിക്കും നിന്നെ അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുണ്ട്. നീ എന്തായാലും അങ്ങോട്ടേക്കൊന്ന് പോണം. നാട്ടിലേക്ക് ചെല്ലാനായിട്ട് അവർ നിന്നെ ഒരുപാട് നാളെ കാത്തിരിക്കുകയാണ്. എന്തിനാ മമ്മി? അവരെന്നെ ഓർക്കുന്നു പോലും ഇല്ല. ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു ഫോൺ വിളിയോ എഴുത്തോ ഒരു ബർത്ത്ഡേ വിഷ് പോലും അയച്ചിട്ടില്ല. അപ്പോഴേക്കും മമ്മി ആകെ സങ്കടത്തിലായി. നിന്നെ ഞങ്ങൾ വളർത്തിയതാരെയും വെറുക്കാനല്ല. ഒരു ഓപ്പൺ മൈൻഡ് കീപ്പ് ചെയ്യും മോനെ. നിന്റെ വീട്ടുകാരല്ലേ, നന്നായി പെരുമാറുമ്പോൾ അവരാണ് ചെറുതാവുന്നത്. മമ്മിയുടെ വിരലുകൾ എന്നെ മുടിയിലിഴഞ്ഞു. എല്ലാം ശരിയാണ്. എങ്കിലും ഞാൻ എങ്ങനെയാണ് മമ്മി അങ്ങോട്ടേക്ക്? ചെല്ലട മോനെ, പ്ലീസ്. അവർ നിന്നെ വിളിക്കുന്നതല്ലേ. ശരി ശരി, എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. മമ്മിയുടെ ആ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ പോകാമെന്നുള്ള തീരുമാനത്തിൽ എത്തിച്ചേർന്നു. അതിനിടയിൽ മീരച്ചി ഫോണിൽ വിളിച്ചോട്ടോ. ഒരുപാട് സംസാരിച്ചു. അങ്ങനെ ഞാൻ അങ്ങോട്ടേക്ക് പോകാമെന്ന് വിചാരിച്ചു തന്നെ ഇരുന്നു. ഒരു ദിവസത്തെ യാത്രയുണ്ട് ആ സ്ഥലത്തിലേക്ക്. ഒരു ചെറിയ ആ കുന്നിൻപുറത്തുള്ള ക്ലബിന്റെ മുറിയിൽ ഒരു ഉച്ചമയക്കം കഴിഞ്ഞു എഴുന്നേറ്റൊന്ന് മൂരി നിവർന്നു. ചായയും കടിയും ഡൈനിങ് റൂമിൽ പോയി അടിച്ചു. ഷോർട്സ് എടുത്തിട്ട് ജിമ്മിൽ പോയി സ്ഥിരം വർക്കൗട്ടായ ട്രെഡ്മിൽ, പുഷപ്പ്, ഇത്തിരി വെയിറ്റ് ട്രെയിനിങ്ങും ഒക്കെ. ആകെ 1 മണിക്കൂർ ചൂടുവെള്ളത്തിലൊരു കുളി. ദിവസം 2 നേരവും ഷേവ് ചെയ്യേണ്ടി വരുന്ന ഒരു ഹതഭാഗ്യനാണ് ഞാൻ. അത് കണ്ടപ്പോൾ താടി വളർത്തുന്നു. സമൃദ്ധമായ ചുരുണ്ട താടി. ആഴ്ചയിൽ 1 വട്ടം ബാർബർ ഷോപ്പിൽ പോയി വെട്ടിയൊതുക്കും. ഇത്തിരി ഡിയോ അടിക്കും. ചുരുണ്ട മുടിയും സ്ഥിരം നിറയങ്ങളായ ചാരം, കറുപ്പ്, നീല, വെളുപ്പ് ഇതെല്ലാം ഒന്ന് നോക്കി ഒരു വെള്ള കോട്ടൺ ഷർട്ടും ഇട്ട് ഇളം ബേജ് നിറമുള്ള ചീനോസും മൊക്കാസിൻ ഷൂസും അണിഞ്ഞു. കയ്യിലൊരു വാച്ച് മാത്രം. മോതിരവും ബ്രേസ്ലെറ്റ്, മാല അതൊന്നും എനിക്കിഷ്ടമല്ല. 6 അടി പൊക്കത്തിൽ ഇളം കറുപ്പ് നിറമുള്ള സുന്ദരനുമല്ലാത്ത ഈ ഒരുവൻ ഉണ്ണി. അങ്ങനെ ഒരുപാട് കാലതാമസമില്ലാതെ തന്നെ ഞാൻ അങ്ങോട്ടേക്ക് യാത്ര തിരിച്ചു. ഞാനൊന്നും എന്റെ മമ്മിക്കും വാപ്പയ്ക്കും എതിരായി ചെയ്യില്ല എന്നും വീട്ടിലേക്ക് തീർച്ചയായും പോകുമെന്നും അവർക്ക് ഉറപ്പായിരുന്നു. ടാർട്ട റോഡിന്റെ ഇരുവശവും കൊയ്ത്തു കഴിഞ്ഞ പാടങ്ങൾ. വൈകുന്നേരത്തെ സ്വർണം കലർന്ന ആ വെയിലിൽ കുളിച്ചിരുന്നു. ഒരുപാട് മാറ്റം വന്ന നാടിന്. ബീവറേജ് ഔട്ട്ലെറ്റ്, ബാർബർ ഷോപ്പ്, ബ്യൂട്ടി സലൂൺ, മിനി മാർക്കറ്റുകൾ, അങ്ങനെ മതിൽക്കെട്ട്, തടി കൊണ്ടുള്ള ഗേറ്റും പടിപ്പുരയും. അങ്ങനെ വീടിന്റെ പല ഭാഗങ്ങൾക്കും മാറ്റം വന്നിരുന്നു. ഞാൻ ഉള്ളിലേക്ക് വണ്ടി ഓടിച്ചു കയറ്റി. വിശാലമായ മുറ്റത്തിന്റെ അരികിൽ നിരയായി പാർക്ക് ചെയ്ത കാറുകൾ. വണ്ടി സൈഡിൽ പാർക്ക് ചെയ്ത് വീടിന്റെ ഉമ്മറത്തേക്ക് കടന്നു. പടികൾ ചവിട്ടിക്കയറുമ്പോഴേക്കും മനസ്സിലൊരു മിനിമം പ്രോഗ്രാം മാത്രം. മീരച്ചിയെ കാണണം, റിയയെ അഭിനന്ദിക്കണം, സ്ഥലം കാലിയാക്കണം. ഒരാഴ്ച ഈ നഗരത്തിലും പിന്നെ ആലപ്പുഴയിലെ കായൽക്കരയിലും ചിലവിടണം. അത് കഴിഞ്ഞ് ഇപ്പോൾ കയ്യിലുള്ള 2 ജോലികളുടെ ഓഫറുകൾ നോക്കണം. ഒരാഴ്ച മമ്മിയുടെയും വാപ്പയുടെയും ഒപ്പം കൊച്ചിയിൽ. പിന്നെ കുറച്ചു നാളത്തേക്ക് പണിയെടുക്കണം. സ്വന്തം കമ്പനി ചെറിയ തോതിൽ സെറ്റപ്പ് ചെയ്യണത് വരെ. അങ്ങനെ ചിന്തകളിൽ മുഴുകി ഞാൻ ഉമ്മറത്തെത്തിയത് അറിഞ്ഞില്ല. വലിയ ഉമ്മറ. 3 ചുറ്റിനും ചാരുപടി കെട്ടിയ അരമതിലുകൾ. നിറം പോളിഷ് ചെയ്ത റെഡ് ഓക്സൈഡ് ഇട്ടിരിക്കുന്നു. തണുപ്പ്. ഇടം വിജനം. ആൾക്കൂട്ടം അകത്താണ്. കലപില വർത്താനവും ഇടയ്ക്കുള്ള ചിരികളും. ഞാൻ അവിടെ ഇത്തിരി നേരം നിന്നു. ചുറ്റിലുമുള്ള ഇരിപ്പിടങ്ങളെ അവഗണിച്ച് ഉറങ്ങിക്കിടന്നിരുന്ന ഓർമ്മകൾ. കാലത്തിന്റെ തലോടലിൽ കയ്പിന്റെ മൂർച്ചയുമുണ്ട്. മധുരത്തിന്റെ കണികകൾ പോലും ആ ചെപ്പിലില്ല. ഇതെന്റെ വീടാണെന്ന് കരുതാനേ കഴിയുന്നില്ല. നാശം. മനസ്സിലാകെ നെഗറ്റീവ് ചിന്തകൾ ഉരുഞ്ഞുകൂടി. ആരാ? വാതിൽക്കലെ കർട്ടൻ വകഞ്ഞു മാറ്റി ഉയരമുള്ള കൊഴുത്തൊരു പ്രൗഢ സ്ത്രീ വെളിയിലേക്ക് വന്നു. സെറ്റും മുണ്ടുമാണ് വേഷം. സമയം മരവിച്ച പോലെ. അന്തരീക്ഷത്തിന് വല്ലാത്ത ഭാരം. ആ വലിയ കണ്ണുകൾ വിടർന്നു. പകപ്പോടെ എന്നെ നോക്കി. മുടി ഒരു ഇഴ പോലും നരച്ചിട്ടില്ല. കവിളുകൾ കുറച്ചുകൂടി മാംസളമായപ്പോൾ അന്നില്ലാത്ത ഒരു ഭംഗി ആ മുഖത്തിന്. അമ്മ. ഞാൻ അമ്മയെ ഉറ്റുനോക്കി. അനങ്ങാതെ അങ്ങനെ നിന്നു.
അമ്മേന്റെ അടുത്തേക്ക് വന്നു. അന്ന് അനുഭവിക്കാത്ത ഗന്ധം. ഉണ്ണി. ആ തടിച്ച ചുണ്ടുകൾ മന്ത്രിച്ചു. ആ കൈകൾ ഉയർന്നു എന്റെ തോളിൽ നിന്നും താഴേക്ക്. കൈകളിലൂടെ ആ വിറയ്ക്കുന്ന വിരലുകൾ തലോടി. ഞാനൊന്ന് മൂളി. വിചാരിച്ചതിനേക്കാളും കനത്ത മൂളലായിപ്പോയി. തടിച്ച പുരികങ്ങൾക്ക് താഴെ തൂങ്ങുന്ന നിമകളിലൂടെ ഞാൻ അമ്മയെ നിസ്സംഗനായി നോക്കി. വിശ്വാസം വരാത്ത മുഖഭാവം. നീ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. പരുത്ത സ്വരത്തിൽ അറിയാതെ വേദനയും അമർഷവും കലർന്നിരുന്നു. ആ വിരലുകൾ പെട്ടെന്നകന്നു. അമ്മയുടെ ഞെട്ടൽ ഞാൻ അറിഞ്ഞു. നിശബ്ദമായി ഞാൻ വേറെ ചിലതുകൂടി പറഞ്ഞു. അമ്മേ, അന്നത്തെ അടി സമ്മാനിച്ച ആ വിരലുകൾ തിണർത്തു കിടന്ന പാടുകൾ ഇപ്പോഴെന്റെ കവിളിലില്ല. പല മുറിവിന്റെയും കലകൾ മാഞ്ഞുപോയി. എന്നാലും ആ നൊമ്പരം ഇപ്പോഴും ഇതാ എന്റെ നെഞ്ചിനകത്തുണ്ട്. അമ്മയുടെ പോയ കനലിന്റെ പൊരി വീണ്ടും ആളിക്കത്തിക്കാൻ എളുപ്പമാണ്. എന്റെ മമ്മിയുടെ സൗമ്യമായ മന്ദഹാസം മനസ്സിൽ പെയ്തിറങ്ങി. ഞാനൊന്ന് ശ്വാസം വലിച്ചുവിട്ട് സ്വയം നിയന്ത്രിച്ചു. അമ്മയ്ക്ക് സുഖമല്ലേ? ഇത്തവണ ഞാൻ സ്വരം വരുതിയിലാക്കിയിരുന്നു. അച്ഛനെവിടെ? നീ വാ. അമ്മ വശത്തെ വാതിലുകൾ തുറന്ന് അകത്തേക്ക് നടന്നു. ഒരിടനാഴി. വശത്തുള്ള കിളിവാതിലുകളോടെ വെളിച്ചം അകത്തേക്ക് എത്തി നോക്കി. മുന്നിൽ നടക്കുന്ന സ്ത്രീയുടെ ആ കൊഴുത്തുരുണ്ട വലുപ്പമുള്ള പിൻവശം തുളുമ്പുന്നത് എന്നെ ആകർഷിച്ചു. ഇറുക്കിയൊടുത്ത മുണ്ടിന്റെ ആ മുകളിൽ തെറിച്ചു നിൽക്കുന്ന കൊഴുപ്പിന്റെ മടക്ക് പടവുകൾ. യുപിയിലും പഞ്ചാബിലും സൈറ്റുകളിലെ ബോസിന്റെ കണവി, സ്റ്റോർ കീപ്പറിന്റെ പെങ്ങൾ, എവിടെയൊക്കെ ഞരമ്പുകൾ ഉണർന്നോ ആ പെണ്ണുങ്ങളൊക്കെ പൊക്കമുള്ള കൊഴുത്ത അടിപൊളി സാധനങ്ങളായിരുന്നു. അമ്മയെപ്പോലെ തന്നെ. നെഞ്ചിലൊരു കൊള്ളിയാൻ മിന്നി. ഞാനൊന്ന് തല കുടഞ്ഞു. ഇടനാഴിയുടെ ഒടുക്കം വലിയ ജനാലകളുടെ ധാരാളം പ്രകാശവും കാറ്റും കയറുന്ന മുറി. മുറിയുടെ നടുക്ക് വീൽചെയറിലിരിക്കുന്ന പ്രതാപിയായ മനക്കൽ രാജൻ. മുഖമിത്തിരി കോടിയിട്ടുണ്ട്. അമ്മ അച്ഛന്റെ അടുത്തേക്ക് എന്നെ നയിച്ചു. ഉണ്ണികൃഷ്ണൻ. വ്യക്തമായി തന്നെ തന്തപ്പടി എന്റെ പേരുച്ചരിച്ചു. നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് എന്തിനാടാ? ഏതായാലും വന്നത് നിങ്ങളെ കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. പിന്നെ വന്ന സ്ഥിതിക്ക് ഉണ്ടാക്കിയ തന്തയെ ഒന്ന് കണ്ടേക്കാമെന്ന് കരുതി. എന്റെ സ്വരത്തിൽ പുച്ഛം നിറഞ്ഞു കവിഞ്ഞിരുന്നു. മുഖത്തൊരടിയേറ്റതുപോലെ അച്ഛനൊന്ന് വിറച്ചു. ഞാൻ മുഖമടച്ച് തുറിച്ചൊന്ന് നോക്കി. ഇനിയും എന്തെങ്കിലും പറയട കിഴവാ. എന്റെ ഉള്ളം മന്ത്രിച്ചു. അച്ഛനപ്പോഴേക്കും മുഖം കുനിച്ചിരുന്നു. ഞാൻ അമ്മയെ നോക്കി. ആ മുഖം വിളറി വെറുത്തിരുന്നു. ഞാനൊന്ന് ചിരിച്ചു. മൃദുവായ സ്വരത്തിൽ പറഞ്ഞു, പിന്നെ അച്ഛനെ പറ്റി ചോദിച്ചതെന്റെ മര്യാദ. ഇമാതിരി മറുപടി സംസ്കാരമുള്ള ആരും തരില്ല. ഞാൻ ഉമ്മറത്ത് കാണും. അപ്പോഴേക്കും അവർ രണ്ടാളും നിശബ്ദരായിരുന്നു. ഞാൻ സ്ഥലം വിട്ടു. ഹാവു, ഒരംഗം കഴിഞ്ഞു. ഇനി എന്താണാവോ ഈ ഉള്ളവനെ കാത്തിരിക്കുന്നേ? വിടവാങ്ങിയപ്പോൾ അമ്മയുടെ ഉയർന്നു താഴ്ന്ന ആ മുട്ടൻ മാറുകളാണ് തലച്ചോറിൽ പതിഞ്ഞ ദൃശ്യം. അമ്മയ്ക്ക് 60 കഴിഞ്ഞുവെന്ന് ആരും പറയില്ല. ആ തടിച്ച ശരീരത്തിൽ മുഖം പൂഴ്ത്താൻ എങ്ങനെയായിരിക്കും? വിയർത്തിട്ടുണ്ടാകുമോ? ആകെ നനഞ്ഞിട്ടുണ്ടാകും. ഞാൻ ഓരോന്ന് സ്വപ്നം കണ്ടു. തലകുടഞ്ഞെഴുന്നേറ്റു. ശേ, ഉമ്മർമ്മ ഇപ്പോഴും വിജനമാ. നമ്മുടെ മിനിമം പ്രോഗ്രാം അല്ലേ? മീരേച്ചിയും റിയയും കാണണം. കുശലം പറഞ്ഞു വിടവാങ്ങുക. ഞാനൊന്ന് നിന്നു. ഒന്ന് ആഞ്ഞ് ശ്വാസമെടുത്തു അകത്തേക്ക് നടന്നു. വാതുക്കൽ നിന്ന് അകമാകിയൊന്ന് നിരീക്ഷിച്ചു. വലിയ ഹോളാണ്. സെല്ലാം മാറ്റിയിരിക്കുന്നു. ഇന്റീരിയറൊക്കെ. ഹാളിലെ ഫർണിച്ചറുകളും എല്ലാം പഴയ പോലെ ഒന്നുമല്ല. എങ്കിലും അവിടെയായി പണ്ടത്തെ ഓർമ്മകളൊക്കെ തികട്ടി വരുന്ന ആ പഴമയൊറ്റി നിൽക്കുന്ന സാധനങ്ങളും ഇല്ലാതില്ല. ഞാനൊരു കൂട്ടത്തിലേക്ക് ചെന്നു. അവിടെ 2 പുരുഷന്മാരും 2 സ്ത്രീകളും. സാരി ഉടുത്ത ഒരു സ്ത്രീ രൂപം എണീറ്റ് നിന്നു. എന്നെ ഉറ്റുനോക്കി. നല്ല ഉയരം, തടിച്ച ശരീരം, ഒതുങ്ങിയ അരയിൽ നിന്നും വിടർന്നൊഴുകുന്ന വീതിയേറിയ അരക്കെട്ട്. ആ മുഖത്തിന് എന്തൊരഴക്! ഉണ്ണി. ഇമ്പമുള്ള സ്വരം വിറച്ചിരുന്നു. നീലക്കണ്ണുകൾ വിടർന്നു. മോനെ. മീരച്ചി. എന്റെ ഒച്ചയും ഇടറി. ഞൊടികൾ കൊടുങ്കാറ്റുപോലെ മീരച്ചി എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ആ സ്ത്രീയെ വാരിപ്പുണർന്നു. എന്തൊരു കൊഴുപ്പ്, എന്തൊരു മാർദ്ദവം, നേരിയ ചൂട്. ദൈവമേ, ഈ വീട്ടിലേക്ക് വരാൻ തോന്നിയത് എത്ര നന്നായി. എന്നാലും ഈ ചേച്ചിയെ കാണാൻ നീ ഒരിക്കലെങ്കിലും വന്നില്ലല്ലോടാ. ചേച്ചിയുടെ മിഴികൾ നനഞ്ഞൊഴുകിയിരുന്നു. എന്റെ ഷർട്ട് കുതിർന്നു.
കൊച്ചു ചെക്കനല്ലായിരുന്നോ ചവിട്ടി പുറത്താക്കിയവൻ? എങ്ങനെ എന്റെ ഏച്ചിയെ കാണാൻ വരും? ഉള്ളിൽ അപ്പോഴേക്കും എന്റെ സങ്കടമൊക്കെ ചാലിട്ടൊഴുകിയിരുന്നു. ചേച്ചി അതൊക്കെ പതിയെ പതിയെ തട്ടിമാറ്റുന്ന രീതിയിൽ പറഞ്ഞു. അതൊക്കെ പണ്ടല്ലേടാ, ഞാനിവിടെ ഇല്ലേ, നിനക്ക് എന്നെയൊന്ന് ഓർത്തോടായിരുന്നോ? ചേച്ചിയുടെ ചെവിയിൽ ഞാൻ മന്ത്രിച്ചപ്പോഴേക്കും കിട്ടിയ മറുപടി. ചേച്ചിയുടെ പലതും എന്റെ നെഞ്ചിൽ ഉരഞ്ഞമർന്നു. നീ ഇപ്പോഴെങ്കിലും ഞാൻ വിളിച്ചത് കേട്ടല്ലോ, നന്ദിയുണ്ടടാ. മൃദുവായ സ്വരം. ചേച്ചി ഒന്ന് പിൻവാങ്ങി എന്നെയൊന്ന് ആപാദചൂടെ നോക്കി. ഈ കല്യാണം കഴിഞ്ഞോട്ടെ, നിന്നെ ഞാൻ വിടില്ല മോനെ. ചേച്ചി വീണ്ടും വരിഞ്ഞു മുറുക്കുക. ദൈവമേ, താഴെ ചുരുണ്ടു കിടന്ന സർപ്പം ഫണമുയർത്തുന്നു. എനിക്ക് വയ്യ. ചേച്ചി അറിഞ്ഞിട്ടുണ്ടാവുമോ? നീ വന്നേ. എന്റെ കൈക്ക് പിടിച്ച് ചേച്ചി മറ്റു പലരുടെയും അടുത്തേക്ക് നയിച്ചു. അമ്മ പശുവിന്റെ പിന്നാലെ കിടാവെന്ന പോലെ ഞാൻ ചേച്ചിയെ അനുഗമിച്ചു. മീന, ഇതാണ് എന്റെ ഏറ്റവും ഇളയ അനിയൻ. ഓരോരുത്തരായി എന്നെ പരിചയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. വാടച്ചക്ക. മീരച്ചി എന്റെ കൈത്തണ്ടയിൽ കൈകോർത്ത് വശത്തേക്കുള്ള മുറിയിലേക്ക് നടന്നു. എന്തൊരു കൊതിപ്പിക്കുന്ന ഗന്ധമായ എന്റെ മീരച്ചിക്ക്, എന്തൊരു മാർദ്ദവമാണ്. എന്റെ മേലുയരുന്ന ആ അരക്കെട്ടിനും മറ്റു പല ഭാഗങ്ങൾക്കും. പെൺപിള്ളേരുടെ ഒരു കൂട്ടമാണ് അടുത്ത മുറിയിൽ എന്നെ എതിരേറ്റത്. ലെഹങ്കയും ചോളിയും സാരിയും ജീൻസും ചെറിയ കണ്ണാടി തുണ്ടുകൾ പതിപ്പിച്ച തുണികളും മൈലാഞ്ചിട്ട കൈകളും ചിലങ്കകൾ ആഭരണങ്ങളും പൊട്ടിച്ചിരികളും. റിയ, ചേച്ചി വിളിച്ചു. തേനീച്ച കൂട്ടം ചിതറി. കലപിലെ ശബ്ദം നിലച്ചു. ഒരു കൊഴുത്ത പെണ്ണെന്നെ ഉറ്റുനോക്കി. ഇരുനിറത്തിൽ ഒരു വശ്യസുന്ദരി. എന്നെ തിരിച്ചറിഞ്ഞ നിമിഷം അവൾ ഓടി അടുത്തേക്ക് വന്നു. ഉണ്ണിയച്ചാ. കൊച്ചച്ഛനെന്ന് തികച്ചു പറയാനാവാത്ത 2 വയസ്സ് മുതൽ അവൾ എന്നെ വിളിച്ചിരുന്ന പേര്. എന്റെ മോളെ ഒന്ന് കെട്ടിപ്പിടിക്കടാ, ചേച്ചി മന്ത്രിച്ചു. ഞാൻ കൈകൾ വിടർത്തിയപ്പോൾ ഒരു തേങ്ങലോടെ റിയ എന്നിലേക്ക് അലിഞ്ഞു. എന്റെ മോളെ ഞാൻ അവളുടെ ചെവിയിൽ മന്ത്രിച്ചു. ഗുണ്ടുമണി. കുഞ്ഞായിരുന്നപ്പോൾ ഞാൻ അവളെ ദേഷ്യം പിടിപ്പിക്കാൻ വിളിച്ചിരുന്ന ഓമന പേര്. അവൾ ശരിക്കും ഒരു ഗുണ്ടുപോലെ തന്നെയായിരുന്നു, ഒരു പന്ത് പോലെ. ഓമനത്വമുള്ള പെണ്ണ്. പോടാ. അവൾ എന്റെ കൈത്തണ്ടയിൽ അമർത്തിനുള്ളി. അവനെ കാണുന്നത് വർഷങ്ങൾ കഴിഞ്ഞ ഇപ്പോഴും തമ്മിലടിയാണ്. മീരേച്ച് ചിരിച്ചു. പിന്നെ ഈ ഉണ്ണിയച്ച എന്നെ ഓരോ പേര് വിളിക്കാണമ്മേ, അവൾ പരാതി പറഞ്ഞു. ഞാൻ അവളെ കൈ ചുറ്റിപ്പിണഞ്ഞ് പൊക്കിയെടുത്ത് ഒന്ന് വട്ടം കറക്കി. എന്നെ താഴെ ഇറക്കട ഉണ്ണിയച്ച. അവൾ ആർത്തു ചിരിച്ചുകൊണ്ട് എന്റെ പുറത്താകെ ഇടികൾ വർഷിച്ചു. അവളെ ഞാൻ താഴെ ഇറക്കി. ആ മുഖം തുടുത്തിരുന്നു. ചിരിച്ചുകൊണ്ട് കൂട്ടുകാരികളുടെ നേർക്ക് തിരിഞ്ഞു. ഇതാണ് എന്റെ ഫേവറേറ്റ് കൊച്ചച്ഛൻ. ചില പെൺകിടാങ്ങളുടെ കടാക്ഷങ്ങൾ ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. മതി മതി, ഇവിടെയൊക്കെ തന്നെ കാണും പിള്ളേരെ. മീരേച്ചി എന്നെയും കൊണ്ട് നടന്നു. എന്റെ ഏച്ചി, വല്ലപ്പോഴുമേ സുന്ദരികളായ പെൺകൊച്ചുങ്ങൾ ഈ പാകത്തിന് ഗൗനിക്കത്തുള്ളൂ. അപ്പോഴേക്കും എന്നെയും കൊണ്ട് ഇവിടുന്ന് വലിഞ്ഞാലോ? ഓടച്ചക്ക. ചേച്ചി എന്റെ ആ രോദനം പാടെ അവഗണിച്ചു. ആദ്യം വീട്ടുകാര്, പിന്നെ മതിയിട്ടോ നിനക്ക് നാട്ടുകാര്. അല്പനിമിഷം കഴിഞ്ഞപ്പോഴേക്കും ലതേച്ചിയുടെ അടുത്തേക്കാണ് എന്നെ കൊണ്ടുപോയത്. മൂത്ത ചേട്ടന്റെ ഭാര്യ. ദാ നോക്കിയേ, ഇതാരാന്നും മനസ്സിലായില്ലതേ. ലതേച്ചിക്ക് എന്നെ മനസ്സിലായെങ്കിലും വല്ലാത്തൊരു പേടി. ചേച്ചി, ഇവനങ്ങ് കമുക് പോലെ വളർന്നല്ലേ? ലതേച്ചി അത്ഭുതപ്പെട്ടു പോയി. ഞങ്ങളിപ്പോൾ ഉടുപ്പിയിലാടാ. ചേട്ടൻ ഡെപ്യൂട്ടി GM ആയി, നാളെ വരും. അത് ശരിയാടി, ഒത്ത ഒരാണായി എന്റെ മോൻ. മീരേച്ചി എന്റെ അരയിൽ കൈചുറ്റിക്കൊണ്ട് പറഞ്ഞു. എനിക്ക് എങ്ങനെയെങ്കിലും ലതേച്ചിയുടെ അടുത്തുള്ള ആ പേടിയൊന്ന് മാറ്റണമായിരുന്നു. അടുത്ത നിമിഷം തന്നെ ഞാൻ ചേച്ചിയൊന്ന് പൊക്കിയെടുത്ത് ഉയരത്തിൽ വട്ടം ചുറ്റി. എടാ നിർത്തടാ, എടാ നിർത്താൻ. റിയെ ചെയ്ത പോലെയുള്ള ആ വട്ടം ചുറ്റൽ നല്ല കനമുണ്ട്. ചിമ്മിൽ പോകുന്നതിന്റെ ഗുണം. എനിക്കിതൊക്കെ നിസ്സാരം. മീരേച്ചി പൊട്ടിച്ചിരിച്ചുപോയി. ലതേച്ചിയുടെ മോൻ ബിബിനാണെങ്കിൽ അന്തം വിട്ട് നോക്കുന്നു. ഇത്രയും പ്രായമായിട്ടും ചെക്കന്റെ കുട്ടിക്കളി മാറിയിട്ടില്ല. എന്നെ ഇറക്കടാ താഴെ. അപ്പോഴേക്കും അവനെ ഞാൻ താഴെ ഇറക്കിയിരുന്നു. കുറച്ചു കഴിയുമ്പോഴേക്കും മീരേച്ചി എന്റെ മുന്നിലേക്ക് കയറി. നീ വാ, ഇവിടുത്തെ പലതും നീ കാണാനുണ്ട്, കാണിച്ചു തരാട്ടോ. ഇത്തവണ മുന്നിൽ കോണി കയറുന്ന ആ ചേച്ചിയുടെ ഭൂഗോളം പോലെ കൊഴുത്ത് തടിച്ചതൊക്കെ ഞാൻ ആവോളം കണ്ണുകൊണ്ട് ആസ്വദിച്ചെടുത്തു. എനിക്ക് എത്ര നോക്കിയിട്ടും മതിയാവുന്നില്ലായിരുന്നു. ചുരുങ്ങി വിടരുന്നതും മുകളിലെ ഇടുപ്പിലെ കൊഴുപ്പിന്റെ ആ മടക്കുകളും കണ്ണുകൾ രണ്ടും
തുറന്നു വെച്ച് ഞാൻ ആർത്തിയോടെ കൊത്തി വിഴുങ്ങി. കൊഴുത്ത സുന്ദരി ചേച്ചി. ശേ, ഇത്രയും കാലം ചേച്ചിയോടെങ്കിലും ടച്ച് വെക്കാമായിരുന്നു. മുകളിലെത്തിയത് അറിഞ്ഞില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. ഒരുപാട് ആൾക്കാരെ പരിചയപ്പെട്ടു. എനിക്കറിയാവുന്നവരെയും അറിയില്ലാത്തവരെയും. മീരേച്ചിയായിരുന്നു എല്ലാത്തിനും ചുക്കാൻ പിടിച്ചത്. ചേച്ചി മുന്നിൽ നടക്കുമ്പോൾ ഒരു നിയന്ത്രണവുമില്ലാതെ ഞാൻ പിന്നാലെ പോയിക്കൊണ്ടേയിരുന്നു. ശരിക്കും എന്നെ നയിച്ചത് അവിടെയുള്ള ആൾക്കാരെ കാണാൻ വേണ്ടിയല്ല, ചേച്ചിയുടെ പിന്നഴക് അത് മാത്രമായിരുന്നു. ഒരല്പസമയം കഴിയുമ്പോഴേക്കും ഒരു ഇടനാഴിയിലേക്ക് പ്രവേശിച്ചു. നിനക്ക് ആ ഔട്ട് ഹൗസിൽ തങ്ങിക്കൂടെ മോനെ? ഞാൻ എല്ലാം ക്ലീൻ ചെയ്യിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോഴാണെങ്കിൽ AC ഉണ്ട്. ഈ ചേച്ചിക്ക് വേറെ ആരും ഇല്ലടാ. അത് പറഞ്ഞ് ചേച്ചി എൻ്റെ മുഖത്തേക്ക് ഇട്ടു നോക്കി. ഒരു തേങ്ങൽ. എൻ്റെ ഉള്ളിലും എന്തൊക്കെയോ പൊട്ടി ഉടഞ്ഞു ചിതറി. മീരേച്ചി. അടുത്ത നിമിഷം ഞാൻ ചേച്ചിയെ വരിഞ്ഞു മുറുക്കി. ഞാനിവിടെ ഉണ്ട് മീരച്ചിക്കായി. ഈ ലോകത്ത് എവിടാണെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. ചേച്ചി മുഖം ഉയർത്തി. ആദ്യമായി ഞങ്ങൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും പരസ്പരം ഒന്നും മിണ്ടാതെ അധരങ്ങൾ അമർത്തി. മധുരിക്കുന്ന ചുംബനം. ചേച്ചി എല്ലാത്തിനും അറിയാതെ തന്നെ നിന്നു തന്നു. ഞങ്ങൾ പരസ്പരം ഇണചേരുന്ന സർപ്പങ്ങളെ പോലെ ഏതാണ്ട് 3-4 നിമിഷം. ഒരുപാട് നേരം കഴിഞ്ഞാണ് വേർപെടുന്നത്. എൻ്റെ മോനെ. ചേച്ചി വീണ്ടും എന്നിലേക്ക് അമർന്നു. കുട്ടാ. എന്താ മീരച്ചി? ലതയെയും റിയയും എടുത്ത പോലെ എന്നെ ഒന്ന് പൊക്കിയെടുക്കടാ. ചേച്ചി ഒരു കൊച്ചു പെണ്ണിനെ പോലെ കെഞ്ചുക. എൻ്റെ ഉള്ളിലും സന്തോഷം കൊണ്ട് നുരഞ്ഞൊഴുകിയിരുന്നു. ഇളം കള്ളിൻ്റെ പോലെയുള്ള മധുരം, സിരകളിൽ ചൂട്, ഞെരുമ്പ് വലിഞ്ഞു മുറുകി തുടങ്ങിയിരുന്നു. എൻ്റെ മീരച്ചി, എൻ്റെ പെണ്ണ്. ഞാൻ മുട്ടുമടക്കി താഴ്ന്ന ചേച്ചിയെ പൊക്കിയെടുത്തു. മെല്ലെ ഉയർത്തി. എന്തൊരു കനമാ! ഈ ജിമ്മിൽ പോണതിൻ്റെയൊക്കെ ഫലം ചേച്ചിയും അറിഞ്ഞ നിമിഷം ഈസിയായി ഞാൻ ഉയർത്തി. ചേച്ചി മുഖം ചെരിച്ച് ചിരിച്ചു തുടങ്ങി. സാരി മാറിയപ്പോൾ കണ്ട ഓരോ ഭാഗങ്ങളും ഞാൻ ആസ്വദിച്ചു നോക്കി. അവിടെ മുഖം കൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ഇക്കിളി ഉണ്ടാക്കി. ചേച്ചി അപ്പോഴും ചിരിയും പിടച്ചിലും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. എന്നെ താഴെ ഇറക്കട ചെക്ക. ശോ, ആരേലും വരുവോ ആവോ? എന്റെ ദേഹം മുഴുവൻ ഉരഞ്ഞുകൊണ്ട് ചേച്ചിയെ താഴേക്ക് വഴുതാൻ ഞാൻ അനുവദിച്ചു. അല്പസമയം കഴിയുമ്പോഴേക്കും ചേച്ചിയുടെ ആ വിയർപ്പിന്റെ മണം, എൻ്റെ മീരച്ചിയുടെ ചൂര് ആസ്വദിച്ച് ഞാൻ മൂക്കിലേക്കത് പിടിച്ചെടുത്തു. എന്ത് കനമാടി! നിനക്ക് 1 ടണ്ണുണ്ടല്ലോ എല്ലാം. ആ ചുണ്ടുകളിൽ നോക്കി ഞാൻ പറഞ്ഞു. ഓടച്ചക്ക, എടി പൊടി എന്നൊക്കെ വിളിക്കാനായോ? ഇത്തിരി വണ്ണം വെച്ചു എന്ന് വിചാരിച്ച്. ചേച്ചി നാണത്തോടെ ചിരിച്ചു. എൻ്റെ പൊന്നെ, എൻ്റെ ജീവനാണ് ചേച്ചി. പിന്നെ എനിക്കിതൊക്കെ ഇഷ്ടമാണ് കേട്ടോ, ഈ വണ്ണവും കൊഴുപ്പും. ഇതൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ? ഈ സ്വത്തുക്കളൊക്കെ എപ്പോഴാ എനിക്ക് കാട്ടിത്തരിക? ഇടുപ്പിലെ കൊഴുപ്പിന്റെ മടക്കുകളിൽ ഞാൻ ആസ്വദിച്ച് തലോടി. ചേച്ചി ചിരിച്ചു. തെമ്മാടി, അവിടെ നിൽക്ക്, നിനക്കെല്ലാം ഞാൻ തരുന്നുണ്ട്. എത്ര നാളായിന്നറിയോ ഞാനിതൊക്കെ അടക്കി പിടിച്ചിട്ട്. ചേച്ചിയുടെ ആ നാണം എനിക്ക് ചൂട് കൂടിക്കൊണ്ടേയിരുന്നു രക്തത്തിന്. ഞാൻ താഴേക്ക് ചെന്നു. ചേച്ചിയുടെ ആ ഗന്ധവും ആ ചുണ്ടുകളുടെ മധുരവും പിന്നെ ആ ചെറിയ രീതിയിലെങ്കിലും കിട്ടിയിരുന്ന സ്പർശന സുഖവും മാത്രം മതിയായിരുന്നു. ഇവിടെ നിന്ന് ഇപ്പൊ തന്നെ തിരിച്ചു പോകണോ എന്ന് എനിക്ക് ഒന്നുകൂടി ആർത്തി ചിന്തിക്കാൻ. കുറെ സമയം കഴിയുമ്പോഴേക്കും അവരുടെ ഇടയിലേക്ക് ഞാൻ ഒരാളെ കൂടെ തിരഞ്ഞു. എൻ്റെ മംഗളം അമ്മ. മംഗളം എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ടാനമ്മയായിരുന്നെങ്കിലും അമ്മ തന്നെ ആയിരുന്നു. പിന്നെ മീരേച്ചി, എൻ്റെ സിരകളിൽ അഗ്നിയായി പടരുന്ന എൻ്റെ ഓമന. ഇവിടെ തന്നെ നിന്നാൽ മതിയായിരുന്നു. എനിക്ക് ചേച്ചിയുടെ ആ ചക്രവ്യൂഹം വേദിക്കാനാവാതെ ആയുധം വെച്ച് കീഴടങ്ങി ഞാൻ മീരച്ചിയുടെ ഓർമ്മയിൽ ഇങ്ങനെ അകത്തായി പോയി. ഒരു വോഡ്ക വാങ്ങിയിരുന്നു വൈകിട്ടത്തേക്ക്. ചെറുതായി അതും കഴിച്ച് ഞാൻ നൈസായി ചേച്ചി ക്ലീനാക്കിയിട്ടിരുന്ന ആ ഗസ്റ്റ് ഹൗസിന്റെ റൂമിൽ തന്നെ കിടന്നു. ആ നല്ല ചൂടുണ്ടായിരുന്നു. AC അല്പം കൂട്ടിയിട്ട് ആ തണുപ്പിൽ ഇങ്ങനെ ഒരു നൂൽബന്ധവുമില്ലാതെ ഒരു തുകർത്ത് മാത്രം മരയിൽ വിരിച്ച് ഞാൻ മലർന്നു കിടന്നു സുഖമായൊന്ന് മയങ്ങി. മോനെ. ജന്മാന്തരങ്ങൾക്കപ്പുറം നിന്നും ആരോ കൈനീട്ടുന്നു. ഞാൻ കണ്ണുകൾ തുറന്നു. ഒരുപാട് നേരമായി ഞാൻ തിരിഞ്ഞ മുഖം. മംഗളം ചെറിയമ്മ. ആ സൗന്ദര്യത്തിന് ഒരു മങ്ങലുമില്ല. ഈ 15 വർഷങ്ങൾ കഴിഞ്ഞിട്ടും
ആ മന്ദഹാസം എൻ്റെ ഉള്ളു തണുപ്പിച്ചു. എനിക്ക് വയ്യ, ഇങ്ങനൊരു കാഴ്ച ഉടനെ കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. ആ വലിപ്പമുള്ള ആ പന്തുകളിലേക്കാണ് എൻ്റെ കണ്ണുകൾ പോയത്. മേൽമുണ്ടിന്റെ തലപ്പത്തിൽ ആ മുഴുത്തു നിൽക്കുന്ന കാഴ്ച, ചെറിയമ്മയുടെ മാത്രമായ ആ ഗന്ധം. മുണ്ടും ബ്ലൗസും മാത്രമാണ് വേഷം. കണ്ണുകൾ എനിക്ക് എടുക്കാനായില്ല. ഞാനിപ്പോ വന്നതേ ഉള്ളു കുട്ടാ. ചേച്ചി വിളിച്ചു പറഞ്ഞു നീ വന്ന കാര്യം. പഴയ മുറിയിൽ തന്നെ കൂടിയല്ലേ. തുണി മാറി നേരെ ഇങ്ങ് വന്നു. ചെറിയമ്മ മന്ദഹസിച്ചു. എണീക്കാനാഞ്ഞു ഞാൻ. പെട്ടെന്നാണ് ഓർമ്മ വന്ന് നൂൽബന്ധമില്ല. ഒരു കനം കുറഞ്ഞ ഷീറ്റിന്റെ മറവ് മാത്രം. ചെറിയമ്മേ, ആ ഷോർട്സ് ഒന്ന് എടുത്തു തരാമോ? ഞാൻ താഴേക്ക് വലിച്ചെറിഞ്ഞ് ആ ബോക്സറിലേക്ക് വിരൽ ചൂണ്ടി. ചെറിയമ്മ ചിരിച്ചു. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ അടുത്ത് കട്ടിലിൽ വന്നിരുന്നു. ആരും വരില്ലടാ, ആ വാതിൽ ഞാൻ താഴിട്ടിട്ടുണ്ട്. പിന്നെ മോനു, നിന്നെ ഞാനല്ലേ ചെറുപ്പത്തിൽ കുളിപ്പിച്ചോണ്ടിരുന്നേ. ചേച്ചിയോട് വഴക്ക് കൂടിയിട്ട് എൻ്റെ അടുത്ത് വന്ന് തുണിയില്ലാതെ കിടന്നുറങ്ങിയത് നിനക്ക് ഓർമ്മയില്ലേ? ചെറിയമ്മ ഞാൻ കഴുത്തറ്റം പുതച്ചിരുന്ന തുണി എൻ്റെ അരവരെ താഴേക്ക് വലിച്ചു. ചുരുണ്ട ആ നെഞ്ചിലുള്ള രോമങ്ങളൊക്കെ ഇങ്ങനെ ആസ്വദിച്ചു നോക്കി. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെറിയമ്മയുടെ സ്പർശം ആസ്വദിച്ചു. നീ ഒരു താണായല്ലോടെ കുട്ടാ. നിന്നെ കണ്ടിട്ട് ചെറിയമ്മ എന്തിനോ വേണ്ടി വാക്കുകൾ പരതി. എനിക്ക് പക്ഷേ അതെന്താണെന്ന് അധികം വൈകാതെ ഊഹിക്കാൻ പറ്റി. നിന്റെ ഒപ്പം ഇത്തിരി കിടന്നോട്ടെ? ചെറിയമ്മ ചോദിച്ചു. ഞാനൊന്നും മിണ്ടാതെ മെത്തയുടെ സൈഡിലേക്ക് മാറിക്കിടന്നു. ചെറിയമ്മ എൻ്റെ അടുത്തും. നല്ല ഓർമ്മകൾ ഒരുപാട് കുറവാണെങ്കിലും ചെറിയമ്മയുടെ സാമീപ്യം എൻ്റെ മുറിവുകളെ വല്ലാതെ ഉണക്കാൻ തുടങ്ങി. ശരിയാണ്, ഇത് തന്നെയാണ് എൻ്റെ അമ്മ. എനിക്ക് വാത്സല്യവും ചുരുത്തി തന്ന എൻ്റെ അമ്മ. അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഞങ്ങൾ രണ്ടുപേരും മാത്രം സ്നേഹിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. അല്പസ്വല്പം കഴിഞ്ഞപ്പോഴേക്കും ചെറിയമ്മ എന്നിലേക്ക് വല്ലാതെ അമരുന്നുണ്ട്. ഞാനും. അല്പസ്വല്പ സമയം കഴിയുമ്പോഴേക്കും ചെറിയമ്മയുടെ ആ ദേഹം മുഴുവൻ ഞാൻ ഒഴുകി തുടങ്ങിയിരുന്നു. ചെറിയമ്മ തിരിച്ച് ഇങ്ങോട്ടേക്കും. കുറുമ്പൻ, നിന്റെ ആ പഴയ കുറുമ്പുകൾക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. ഞാൻ ആ മിനുത്ത മേനിയിൽ ഓരോ ഭാഗങ്ങളിലായി ഇങ്ങനെ സോഫ്റ്റ്നെസ്സിലേക്ക് പരതുമ്പോഴേക്കും ചെറിയമ്മ പറഞ്ഞു. വല്ലാതെ പിടയുന്നുണ്ടെങ്കിലും വേണ്ടെന്ന് പറയുന്നില്ല എന്നോട്. ഇനിയും ഇനിയും വേണം എന്നുള്ള രീതിയിലായിരുന്നു പുള്ളിക്കാരിയുടെ ശ്വാസോച്ഛ്വാസവും ആ റിയാക്ഷനുമെല്ലാം. തിരിഞ്ഞു കിടക്കാമോ? ഞാൻ മന്ത്രിച്ചു. ചെറിയമ്മ അടുത്ത നിമിഷം തിരിഞ്ഞു കിടന്നു. എൻ്റെ ആ പൗരുഷത്തിന് 100% ചൂടുപിടിച്ചിരുന്നു. രക്തക്കുഴലുകൾ രക്തോട്ടം കൂടുമ്പോഴേക്കും പൊട്ടിപ്പോകുമോ എന്ന് ഞാൻ വിചാരിച്ചു പോയി. എൻ്റെ കണ്ണുകൾ ഇത്രയും കാലമായി ചെറിയമ്മയുടെ കാണാൻ കുതിച്ചിരുന്ന പല കാഴ്ചകളും ആദ്യമായി കണ്ടു. പല സുഖങ്ങളും ഞാൻ ചെറിയമ്മയിലേക്ക് തേടി. തിരിച്ചു ചെറിയമ്മ ഇങ്ങോട്ടേക്കും. പരസ്പരം പങ്കുവെക്കാനുള്ളതെല്ലാം ഞങ്ങൾ പങ്കുവെച്ചു. ഒരു മടിയുമില്ലാതെ ചെറിയമ്മ എൻ്റെ മുറിയിൽ നൂൽബന്ധമില്ലാതെ എൻ്റെ മാത്രം പെണ്ണായി. ഞാനും ചെറിയമ്മയും ഞങ്ങളുടെ നഗ്നമായ മേനികൾ, ഞങ്ങളുടേത് മാത്രമായ ഗന്ധവും. അവസാനം ചെറിയമ്മയിലേക്ക് ഞാൻ അങ്ങ് പതിഞ്ഞ് ഇഴഞ്ഞങ്ങ് അമർന്നു. എല്ലാം ഏറ്റുവാങ്ങി ചെറിയമ്മ എന്നിലേക്കും ആസ്വദിച്ച് എൻ്റെ പൗരുഷം മുഴുവൻ ചെറിയമ്മയിലേക്ക് ഞാൻ ഒഴുക്കിവിട്ടു. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും തളർന്നു പോയിരുന്നു രണ്ടാളും. ഞാൻ വല്ലാത്തൊരു സുഖത്തിന്റെ നിർവൃതിയിൽ മലർന്നു കിടന്നു. നീ എന്നെ ഒരു പെണ്ണാക്കിയുടെ മോനോ? എത്ര കാലമായെന്നറിയാമോ? ചെറിയമ്മയുടെ മോൻ വളർന്ന് വലുതാകുന്നതുവരെ കാത്തിരിക്കേണ്ടി വന്നു ഇത്രയും സുഖം അനുഭവിക്കാൻ. അപ്പോഴേക്കും എൻ്റെ ഒപ്പം കിടന്ന് ചെറിയമ്മയും മയക്കത്തിലേക്ക് വഴുകിയിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറിന് ശേഷം ഞാൻ കണ്ണ് ഞെട്ടി വലിച്ചു തുറന്നു. ചെറിയമ്മയെ കിടന്നെടുത്ത് ചെറിയമ്മയുടെ അടയാളം പോലും ഇല്ല. അല്പസമയം കഴിയുമ്പോഴേക്കും ചെറിയമ്മ എഴുന്നേറ്റ് പോയിന്ന് മനസ്സിലായി. ഞാൻ പിടഞ്ഞെഴുന്നേറ്റു. ഡ്രസ്സൊക്കെ ധരിച്ച് താഴേക്ക് ഇറങ്ങി. ഉണ്ണി എന്ന ഈ ഉണ്ണികൃഷ്ണന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ ഓരോ ദിവസവും പിന്നാലെ വരും. ചെറിയമ്മയുടെ ആ ചൂടും ചൂരും അനുഭവിച്ച് അവൻ ഇനിയും മതിയായിട്ടില്ല. ഇനി മീരേച്ചിയും അവൻ്റെ ചേച്ചിയുടെ മോളായ റിയയുമുണ്ട്. അതുപോരാതെ അവിടുത്തെ പ്രൗഢഗംഭീരയായ ആ കൊഴുത്ത സ്ത്രീ അവൻ്റെ അമ്മയും, വാപ്പയുടെ ഒപ്പം അവനെ വളർത്തി വലുതാക്കിയ അവൻ്റെ ഉമ്മി. അങ്ങനെ അങ്ങനെ ഈ 6 അടിയും 10 ഇഞ്ച് ഉയരക്കാരനായ ഈ ഉണ്ണിക്ക് അവൻ്റെ ഉറച്ച ശരീരത്തിനും ഇനിയും പഠിച്ചു തീർക്കാനുള്ള പുസ്തകങ്ങൾ പോലെ
സ്ത്രീജനങ്ങൾ ക്യൂ നിൽക്കാണ്. 2ാം ഭാഗം വേണമെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യണം കേട്ടോ. കഥ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും റിയാക്ഷൻസ് അയക്കണം. എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട ലൈക്കും സബ്സ്ക്രിപ്ഷനും തന്ന് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്ത ദിവസം സൂപ്പർ കഥയുമായി ദേവിക വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.